Hello, welcome back to Learnino. So, നമ്മുടെ KEAM 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സുകൾക്കുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ആരൊക്കെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത്, അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓപ്ഷൻ കൺഫർമേഷൻ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയവരും ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരും ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. എങ്കിൽ മാത്രമേ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹയർ ഓർഡർ ഓപ്ഷൻസിനെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിനെ അത് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ പുതിയതായി ഒന്ന് രണ്ട് കോളേജും കോഴ്സുകളും കൂടെ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാനും സാധിക്കും. അത് നോട്ടിഫിക്കേഷനിൽ തന്നെ ഏതാണ് ആ കോളേജ് എന്നും അവിടുത്തെ ഫീ എത്രയാണെന്നും ഉണ്ട്. അപ്പൊ അതിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഒരു കോളേജിലേക്കോ കോഴ്സിലേക്കോ നിങ്ങൾക്ക് ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെ കിട്ടിയോ അതിന്റെ മുകളിലേക്കുള്ള ഹയർ ഓപ്ഷൻസ് മാത്രമാണ് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുക. സോ നിങ്ങളുടെ ഹോം പേജിൽ പോയിട്ട് കൺഫേം ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അൺവാണ്ടഡ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. ഇത് 16th അതായത് ഓഗസ്റ്റ് 16th 11:59 PM വരെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ന്യൂലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ കോളേജുകളിലേക്ക് മാത്രമാണ് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ്, അല്ലാതെ ഒരു പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് കൊടുക്കാത്തവർക്കും ഈ ന്യൂലി ഇൻക്ലൂഡഡ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺഫേം ചെയ്തില്ല എന്ന് വിചാരിക്കുക. കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് പരിഗണിക്കില്ല. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ഹയർ ഓർഡർ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആവും. ഓക്കെ, അത് അവൈലബിൾ ആയിരിക്കില്ല, അതായത് സബ്സിക്വന്റ് ഫേസസിന് അവൈലബിൾ ആയിരിക്കില്ല. ഇനി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അത് റീറ്റെയിൻ ചെയ്യും. അത് അതേപോലെ ചെയ്യും. നമ്മൾ അതിൽ ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ടോക്കൺ ഫീ അലോട്ട്മെന്റ് മെമ്മോയിൽ വന്ന ടോക്കൺ ഫീ അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഫേസിൽ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിലും ആ ഫസ്റ്റ് ഫേസിലുള്ള കോളേജ് അതേപോലെ തന്നെ നിൽക്കും, അതിനൊരു മാറ്റവും വരില്ല. ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസിൽ കിട്ടിയവരും കിട്ടാത്തവരും കൺഫർമേഷൻ കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് കൺഫർമേഷൻ കൊടുത്ത് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതിയൊരു കോഴ്സോ കോളേജോ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ പോയി ജോയിൻ ചെയ്യണം. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയത് നിങ്ങൾക്ക് ലോസ് ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ കൺഫർമേഷൻ കൊടുക്കാൻ. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഓപ്ഷൻ നിങ്ങൾ വെക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അൺവാണ്ടഡ് ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിലേക്ക് കൺഫർമേഷൻ പോവുക. കാരണം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ നിന്ന് മാറി മറ്റൊരു കോഴ്സോ കോളേജോ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ പോയി ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് നഷ്ടമാവും. അപ്പോൾ ഈ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ഷെഡ്യൂള്, അതേപോലെ തന്നെ പുതിയ കോളേജുകൾ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. കാരണം ലോങ് വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കാണാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് ഈസി ആവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം കൺഫർമേഷൻ കൊടുക്കുക. താങ്ക് യു.